ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ നേരത്തെ കുഞ്ഞിനോട് പെരുമാറിയത് ഒരു ചെകുത്താൻ പെരുമാറും പോലെയാ. അവൾക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനോ? പിന്നെ ആ കുഞ്ഞിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? അവളുടെ ജീവിതത്തിൽ ഇനി എന്ത് പ്രതീക്ഷയാണുള്ളത്? അമ്മ ചോദിച്ചില്ലേ? പറയണ്ടേ മോനെ. നമ്മുടെ കുടുംബത്തിന്റെ വിത്തും വേരൊക്കെ പറിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒട്ടും പറയത്തുമില്ല. എന്നാ അവരുടെ നോട്ടവും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ര സുഖമൊന്നും തോന്നുന്നില്ല. അത് ചിലപ്പോ അമ്മാവന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതിരുന്നതുകൊണ്ട് വെറുതെ തോന്നുന്നതായിരിക്കും. മോളെ, ഈ വീട്ടിൽ കയറി വരുന്ന ഒരാളോട് ഞാൻ മാന്യമായിട്ട് പെരുമാറൂല്ലേ? അവരോട് മര്യാദയ്ക്ക് തങ്കപ്പെട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. തങ്കപ്പെട്ട ഒരു മനുഷ്യൻ നിന്നാണ് ഉള്ളത്. നീ ഒന്ന് വന്നേ, വന്നൊന്ന് ചോദിച്ചേ. വാടാ അമ്മാവാ. ഓ, മുമ്പൊരിക്കെ ഉല്ലാസ് വന്ന് കയറിയത് ഓർമ്മയുണ്ടോ? വാ. ഹരിയുടെ പുസ്തകത്തിന്റെ കാര്യം. ഉല്ലാസ് അതുപോലെ എന്തെങ്കിലും സർപ്രൈസ് ആയിരിക്കോ? അയാളെ കണ്ട ഒരു മനുഷ്യനായിട്ട് തോന്നൂല്ലേ? ഇതിന്റെ മുഖത്തെ അതൊന്നും ഇല്ല. നൈഹേ, മോള് വാ. ഞാൻ അഡ്വക്കേറ്റ് നന്ദിത മഹാദേവൻ. അമ്മാവൻ എന്നെ കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു. ഞാൻ പേടിച്ചൊന്നുമല്ല. പിന്നെ ഇവൻ വരാത്തോണ്ട് ഞാൻ പുറത്തുപോയി നോക്കി നിന്നേ ഉള്ളൂ, സത്യമായിട്ടും. പിന്നെ ഒരു കാര്യം ചോദിച്ചാലും ഒന്നിനും ഉത്തരം തരൂല്ല. പിന്നെ ഞാനെന്തോന്ന് സംസാരിക്കേ? എന്താ മാഡം വന്നത്? ഹരിയുടെ ഭാര്യ അല്ലേ? അതെ. അതായത് സുജാതയുടെയും രഘുവിന്റെയും മകൾ. മകളല്ലല്ലോ, മരുമകളല്ലേ? പറഞ്ഞു വരുമ്പോ ഞാനും ഹരിയുടെ ഭാര്യയും റിലേറ്റീവ്സ് ആയിട്ട് വരും കേട്ടോ. അതെങ്ങനെ? രഘുവേട്ടനില്ലേ? രഘുവേട്ടന്റെ ചെറിയച്ഛന്റെ മോളാ ഞാൻ. അങ്ങനെ ഒരു ബന്ധമുണ്ടാ? എന്നിട്ട് ഈ നേരം വരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ വെറുതെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. സത്യമായിട്ടും തെറ്റിദ്ധരിച്ചേ. എന്നിട്ട് അങ്ങോട്ട് കയറിയില്ലേ? ഞാൻ ആദ്യം അങ്ങോട്ടേക്കാ വന്നത്. സുജാത ചേച്ചിയോട് കുറച്ച് സംസാരിക്കുകയും ചെയ്തു. ഹരി, നമുക്ക് കുറച്ചൊന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. എന്തോന്ന്? എന്താ മാഡം? കഴിഞ്ഞ ദിവസം ഓഫീസിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു, വീണ. ഇവിടുത്തെ മോള് വീണയുടെ കുഞ്ഞാണോ ഹരിയുടെ കുഞ്ഞാണോ? അത് വീണയുടെ കുഞ്ഞൊന്നുമല്ല, ഇവന്റെ മോളാ. നിയമപ്രകാരം അങ്ങനെയല്ലല്ലോ. ശരി, ഞാൻ കാര്യത്തിലേക്ക് വരാം. വീണയും വിപിനും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതായത് കല്യാണിയുടെ അച്ഛനും അമ്മയും. അവരെന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നേരിട്ടൊരു കോടതി വ്യവഹാരത്തിലേക്ക് കടക്കണ്ട, അതിനു മുമ്പ് നിങ്ങളോടൊന്ന് സംസാരിച്ചു നോക്കാന്ന്. എന്തായാലും കൊച്ചിനെ ഞങ്ങൾ വിട്ടു തരികയല്ല, ഇല്ലോടാ. വീണ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോഴും ഇവിടെ നിയമം ഉണ്ടായിരുന്നു മാഡം. ഇത്രയും കാലം അത് അമ്മയില്ലാതെ വളർന്നപ്പോഴും അതേ നിയമം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നാരും ഇതുപോലെ ഇവിടെ വന്നിട്ടില്ല അമ്മയുടെ സ്നേഹം തിരിച്ചു പിടിച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോ നിയമം വന്നു, വക്കീലും വന്നു. ഹരി ഈ കാര്യത്തിൽ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണം. ആ കുഞ്ഞിനെ ഇവിടെ നിർത്താനുള്ള യാതൊരു അവകാശവും നിങ്ങൾക്കില്ല.
ഒരു പരാതി ഫയൽ ചെയ്താൽ നിങ്ങൾക്കത് മറികടക്കാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നോക്ക് മാഡം, എല്ലാ കാര്യത്തിനും നിയമപരമായ വഴിയുണ്ടാവും, മനസാക്ഷിയുടെ വഴിയും ഉണ്ടാവും. ആ വീണ എങ്ങനെയാണെന്ന് ഹരിയുടെയും കല്യാണിയുടെ അടുത്തുനിന്ന് അറിഞ്ഞിട്ടുള്ളതാണ് ഞാൻ. ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കാൻ ഇവരൊക്കെ വീണയോട് എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയോ? എന്തിന്? ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണയോട്. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലില്ല അവളിവിടെ കുടിയേറി പാർക്കാൻ വേണ്ടി വന്ന്. ആ നേരത്തെ കുഞ്ഞിനോട് പെരുമാറിയത് ഒരു ചെകുത്താൻ പെരുമാറും പോലെയാ. അവക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനോ? പിന്നെ ആ കുഞ്ഞിന് എന്ത് സുരക്ഷിതത്വമാണോ ഉള്ളത്? അവളുടെ ജീവിതത്തിൽ ഇനി എന്ത് പ്രതീക്ഷയാണോ ഉള്ളത്? ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾക്കത് സ്വീകാര്യമല്ലെങ്കിൽ ഞാനൊരു പരാതി കോർട്ടിലേക്ക് മൂവ് ചെയ്യാം. മാഡം, മാഡം എന്താന്ന് വെച്ചാ ചെയ്തോ. ഞങ്ങൾക്കാവുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. വീണയ്ക്ക് വിമിനോടൊപ്പം ജീവിക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് മോള്. പക്ഷെ ഞങ്ങൾക്കതല്ല. അവൾ എന്റെ പൊന്നു മോളാ. ശരി, എന്ന് ഞാൻ ഇറങ്ങട്ടെ. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. പിന്നെ ഹരി, ഇത് തികച്ചും ഒഫീഷ്യലാണ്, നത്തിങ് പേഴ്സണൽ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അവള് കരുതി കൂട്ടിട്ടാ. അവക്ക് പറ്റിയൊരു വക്കീലും. നമ്മൾ ഇനി എന്ത് ചെയ്യും? അമ്മാവ, ഓ, നമുക്ക് അച്ഛനോടും അമ്മയോടും ചോദിക്കാം. ആദ്യം വന്ന വക്കീലിനെ കുറിച്ച് അറിയണ്ടേ? ഞാൻ കാര്യങ്ങൾ അവരോട് അവതരിപ്പിച്ചു. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ആവശ്യപ്പെടുമ്പോ നിയമപരമായി കുഞ്ഞിനെ തടയാൻ അവർക്ക് യാതൊരു അവകാശമില്ലെന്ന് ഞാൻ അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വീണയുടെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം വയലന്റായി. ഹരിയും മോശമായിരുന്നില്ല. കുഞ്ഞിനെ വിട്ടു തരില്ല എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. എനിക്കത് അറിയായിരുന്നു മാഡം. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നത് ഒരിക്കലും അവർക്ക് സഹിക്കില്ല. വീണ പൂർണ്ണമായും നിഷ്കളങ്കയായി എന്റെ മുന്നിൽ അഭിനയിക്കണ്ട.